ഇന്നത്തെ റെസിപ്പി വീട്ടിൽ എങ്ങനെ ബണ്ണുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ബണ്ണുണ്ടാക്കി. ചെറിയ ചൂടുള്ള ഇളം ചൂടുള്ള 2 കപ്പ് പാൽ കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂണ് ഈസ്റ്റ്. ഇതും കൂടെ 3ഉം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈസ്റ്റ് പൊങ്ങി വീർത്ത് വരും. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടാലറിയാം. ഇനി അതിലേക്ക് നമ്മൾ നന്നായി ഉടച്ച് വെച്ചിട്ടുള്ള, നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുക. 1 മുട്ടയാണ് ഇട്ടെടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ മധുരത്തിനുള്ള പഞ്ചസാരയാണ്, അത് മറ്റേ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇത് 2.5 കപ്പ് മൈദയാണ്. നിങ്ങൾക്ക് മൈദയല്ല ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചെങ്കിൽ അതിലിട്ടിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒന്നും കൂടി ബീറ്റർ വെച്ചിട്ട് ഒന്നിങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കട്ട പിടിക്കാണ്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മെൽറ്റഡ് ബട്ടറാണ് കേട്ടോ. അത് ചേർത്ത് നന്നായി കുഴച്ചിട്ട് ഒതുക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ കുഴച്ച് ഉരുട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലോ ബട്ടർ തടവി കൊടുക്കുക. തടവിന് ശേഷം 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇവിടെ പൊന്തി കഴിയുമ്പോഴേ ഇവിടെ ഒന്നും പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ സൈഡിലും കൂടെ ബട്ടർ പറ്റി കൊടുക്കണേട്ടോ. നമ്മളിങ്ങനെ ക്ലീൻ ഷീറ്റ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി 1 മണിക്കൂറിന് ശേഷം നോക്കാം. അങ്ങനെ നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബണ്ണിൻ്റെ ടെക്സ്ചറാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ബണ്ണും ഒരു ബ്രെഡുമാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. നോക്കി നോക്കോട്ടെ നിങ്ങൾ, കണ്ടാ താഴ്ന്നു പോണത്. ഇതിൻ്റെ എയർ നമ്മളിങ്ങനെ കളഞ്ഞു കൊടുക്കണം. ഇപ്പോൾ പോയി നല്ല രീതിയിൽ കുഴച്ച് അതിൻ്റെ എയറും ബബിൾസൊക്കെ കളഞ്ഞ് ഇതേപോലെ ഉരുട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ബണ്ണ് ഷേപ്പ് ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് ഞാൻ അതിൻ്റെ എടുത്തിട്ട് ബ്രെഡാക്കാൻ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അതിലേക്ക് മുട്ടയുടെ വൈറ്റ് മാത്രമാണ് കേട്ടോ, എഗ്ഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അതൊന്ന് മേലെ കൂടെ നമ്മൾ ബണ്ണും ബ്രെഡും ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്യുകയാണ്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്താലോ?